കോതച്ചിറ അയ്യപ്പൻകാവ് കൊടുങ്ങല്ലൂർക്കാവ് നവഭാരത് പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൽകുന്ന 8ാമത് നവകേളി പുരസ്കാരം പ്രശസ്ത വാദ്യകലാകാരൻ എടപ്പാൾ സേതു നായർക്ക് സമർപ്പിക്കും. കോതച്ചിറ ശേഖരൻ നായർ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വിഷുക്കണി, വിഷുക്കൈനീട്ടം, പുരസ്കാര സമർപ്പണം എന്നിവയോടെയാണ് പരിപാടി നടക്കുക. ക്ഷേത്രം കോമരം ഉണ്ണികൃഷ്ണൻ നായർ, VMC നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിദ്യാധരൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ വിശിഷ്ടാതിഥിയാകും. പുരസ്കാര സമർപ്പണത്തിന്റെ ഭാഗമായി നടപ്പുര പഞ്ചവാദ്യവും കോതച്ചിറ കൃഷ്ണ തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളിയും അരങ്ങേറും. കലാമണ്ഡലം രതീഷ്, സദനം ഭരതരാജ്, പെരിങ്ങോട് സുബ്രഹ്മണ്യൻ, വരവൂർ അപ്പു, കോതച്ചിറ കുട്ടിനാരായണൻ എന്നിവർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകും. ഭാരവാഹികളായ കലാമണ്ഡലം രതീഷ്, CV വാസുദേവൻ, CN ജനാർദ്ദന വാര്യർ, TM സജീവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ 2 വാക്ക് ആമുഖമായിട്ടൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇലത്താളത്തിലെ പ്രഗത്ഭനായ ഒരു കലാകാരനായിരുന്നു ചേലക്കര വളപ്പിൽ ശേഖരൻ നായർ. ബാല്യകാലം മുതൽ തന്നെ അദ്ദേഹം വാദ്യലോകത്തിലേക്ക് ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ബാലപാഠങ്ങൾ പഠിച്ച് അദ്ദേഹം മരിക്കുന്നത് വരെ തന്നെ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം, ഊത്രാളിക്കാവ് പൂരം, അതുപോലെ തന്നെ കേരളത്തിലെ വലിയ വലിയ പൂരത്തിൽ പഞ്ചവാദ്യത്തിലും അതുപോലെ തന്നെ മേളത്തിലും പ്രമാണിയായിരുന്ന ഒരാളായിരുന്നു ശ്രീ ചേലക്കര വളപ്പിൽ ശേഖരൻ നായർ. ഒരു കാലത്ത് കോതച്ചിറയെ ആശ്രയിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പൂർവികരായിട്ടുള്ള എൻ്റെ അച്ഛനും മറ്റുള്ള കലാ ആസ്വാദകരും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു കേട്ടതായിട്ടൊരു അറിവ് എനിക്കുണ്ട്. ഈ താളം എന്ന് പറയുന്നത് എന്തിനും വേണമല്ലോ ഒരു താളം. താളത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. തിമലയായാലും ശരി, മദ്ദളമായാലും ശരി, ഇടയ്ക്കോ അതല്ലെങ്കിൽ മേളം, പഞ്ചാരിയോ പാണ്ഡ്യോ എന്തോ ആയിക്കോട്ടെ, അതിന് ഇലത്താളത്തിനൊരു പ്രാധാന്യമുണ്ട്. താളം പിഴച്ചാൽ ആ പഞ്ചവാദ്യം വളരെ മോശമായി. അങ്ങനെ ഒട്ടനവധി കാലം പാറമേക്കാവ് വിഭാഗത്തിൽ, തൃശ്ശൂർ പൂരത്തിൻ്റെ പാറമേക്കാവ് വിഭാഗത്തിലെ ഇലത്താള പ്രമാണിയായിരുന്നു ശ്രീ ശേഖരൻ നായർ. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ തിമലക്കാർക്ക് ഭയമുള്ള, അത് പഴയ ആളുകൾ, പഴയ അന്നമരട പരമേശ്വരന്മാരായ, അതുപോലെ പല്ലാവൂർ ത്രയങ്ങൾ പറഞ്ഞ ഒരു വാക്കുകളാണ് ഞാനിപ്പോൾ ഇവിടെ ഓർമ്മിക്കുന്നത്. ശേഖരൻ നായരെ പേടിയുള്ള, താളത്തിൽ ശേഖരൻ നായരെ പേടിയുള്ള തിമലക്കാരായിരുന്നു അന്നത്തെ കാലം എന്നുള്ള പൂർവികരെ, പഴയ ആസ്വാദകർ കേട്ട ഒരു അറിവുണ്ട്. സത്യത്തിൽ കലാപരമായിട്ട് നോക്കിയാൽ കോതരയ്ക്കലൊന്നുമല്ല, നമ്മുടെ ഈ ഭാഗത്തിലെ തൃത്താലയിലുള്ള ഉൾപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അത് കോതരക്കാരൻ തന്നെയായിരുന്നു. ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു താളക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ താളത്തിൻ്റെ കഴിവുകൾ ഞാൻ ഇവിടെ പറയുന്നില്ല. അത്രയ്ക്കും പ്രഗത്ഭരായ പാറമേക്കാവിൻ്റെ പ്രമാണിയായി ഒരുപാട് കാലം നിൽക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ സംയുക്തമായിട്ട് നടത്തുന്ന 8ാമത്തെ വർഷമായി നടക്കുന്ന ഒരു നവകേളി പുരസ്കാരമാണ് ഈ വർഷം. മദ്ദളത്തിലെ സേതു, എടപ്പാൾ സേതു എന്ന് പറഞ്ഞ നല്ലൊരു മദ്ദളക്കാരാണ് ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സേതുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു തകിലുകാരനായിരുന്നു. പിന്നീട് കടവല്ലൂർ ശങ്കുണ്ണി നായർ എന്ന പ്രഗത്ഭനായിട്ടുള്ളൊരു മദ്ദളക്കാരൻ്റെ കീഴിൽ ബാല്യപാഠം അദ്ദേഹം പഠിച്ചു. അതിനുശേഷം കടവല്ലൂർ അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായിട്ടുള്ള ഒരു മദ്ദളക്കാരുണ്ട്, നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അറിയാതിരിക്കാം. കടവല്ലൂർ അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് വർഷക്കാലം അദ്ദേഹം ആ മദ്ദളത്തിൽ അഭ്യസിച്ചിട്ട് ഇന്നിപ്പോൾ അദ്ദേഹം ഏതാണ്ട് 80 വയസ്സോളം എന്ന് പറഞ്ഞത്, നമ്മൾ കാലത്ത് 7 മണിക്ക് പഞ്ചവാദ്യമാണ്. ശേഖരൻ നായരുടെ മകൻ രതീഷും അതുപോലെ തന്നെ സദനം ബലരാജും ഉൾപ്പെടെയുള്ള നല്ലൊരു പഞ്ചവാദ്യമാണ് ആദ്യം
7 മണിക്ക് തുടങ്ങുന്നത്. അതൊരു 1.5 മണിക്കൂറോളം ആ പഞ്ചവാദ്യം ഉണ്ടാവും. അതിനുശേഷം 9 മണിക്കാണ് ആ ക്ഷേത്രസന്നിധിയിൽ പുരസ്കാര ചടങ്ങുകൾ നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ആ ചടങ്ങിൽ അതിഥി എന്ന് പറയാനുള്ളത് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അവറുകളാണ് വിശിഷ്ട വ്യക്തി. ഇന്ന് നമ്മുടെ കഥകളി ലോകത്ത് കഥകളി ആചാര്യൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം. അദ്ദേഹം കോതരക്കാരനും കൂടിയാണ്. ഒരു പക്ഷേ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും, മോഹൻലാലിൻ്റെ ഗുരു കൂടിയാണ് ഈ ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ. കൂടാതെ ഉദ്ഘാടനം ചെയ്യുന്നത് ക്ഷേത്രം വെളിച്ചപ്പാടാണ്. ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിദ്യാധരൻ്റെ അധ്യക്ഷതയിൽ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തൽ ശ്രീ ജനാർദ്ദന വാര്യരാണ്. ആശംസകൾ ക്ഷേത്രം സെക്രട്ടറി, അതുപോലെ തന്നെ അച്യുതനുണ്ണി സെക്രട്ടറി, ബാലൻ മഠത്തിൽ, ശ്രീജേഷ എന്നിവർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആശംസകൾ. അതിനുശേഷം അവിടെ തന്നെ കൃഷ്ണ തിരുവാതിരക്കളി സംഘത്തിൻ്റെ പുരസ്കാര ചടങ്ങിന് ശേഷം കൃഷ്ണ തിരുവാതിരക്കളി സംഘത്തിൻ്റെ ഒരു തിരുവാതിരക്കളി, അങ്ങനെ 1-2 തിരുവാതിരക്കളി ഉൾപ്പെടെ ഒരു ഉച്ചവരെയുള്ള ഒരു സെഷനാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂള്.